spiritual conductivity. Spiritual success depends on your conductivity. No spiritual conductivity, no progress. മാസ്റ്റർ ചോയുടെ ഒരു പുതിയ ചാപ്റ്ററാണ് സ്പിരിച്വൽ കണ്ടക്ടിവിറ്റി. നമ്മളുടെ സ്പിരിച്വൽ കണ്ടക്ടിവിറ്റി, സ്പിരിച്വൽ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കണ്ടക്ടിവിറ്റി. നമ്മളെല്ലാവരും സ്പിരിച്വലി കണ്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ സ്പിരിച്വലി കണക്റ്റഡ് ആണ് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. ആരുമായിട്ടാണ്? നമ്മളെല്ലാവരും നമ്മളുടെ ഗുരുവുമായിട്ട് സ്പിരിച്വലി കണക്റ്റഡ് ആണ്, കണ്ടക്റ്റഡ് ആണോ? നമ്മൾ നമ്മുടെ ഉന്നതാത്മാവുമായിട്ട് നമ്മൾ സ്പിരിച്വലി കണക്റ്റഡ് ആണ്, ആണോ? നമ്മളെല്ലാവരും നമ്മുടെ സുപ്രീം പരബ്രഹ്മനുമായിട്ട് അല്ലെങ്കിൽ ഉന്നത ദൈവവുമായിട്ട് നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്, ആണോ? ഇതിൻ്റെയൊക്കെ ഉത്തരം പറയേണ്ട അവരവരാണ്. മാസ്റ്റർ ചോ പറയുന്നത് സ്പിരിച്വൽ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കണ്ടക്ടിവിറ്റി. നമ്മൾ ആധ്യാത്മികമായിട്ട് വളരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവോൾവ് ചെയ്യുക എന്നുള്ളതാണ് മാസ്റ്ററുടെ വാക്ക്. ഈ നമ്മൾ ഇവോൾവ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളുടെ കണക്ടിവിറ്റി ഇല്ല. കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ആധ്യാത്മികമായി വളരാൻ കഴിയൂ. ഗുരുവുമായിട്ട് എത്ര അടുത്ത് ഉള്ളവരാണെങ്കിൽ പോലും, ഗുരുവിനോടൊപ്പം സഞ്ചരിച്ചവരാണെങ്കിൽ പോലും, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ 2 ചരിത്രങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ വരുന്നത്. ഒന്ന്, ബൈബിളിനകത്തൊരു ചരിത്രം. ജീസസിനോടൊപ്പം സഞ്ചരിച്ച, ജീസസിനോടൊപ്പം യാത്ര ചെയ്ത, ജീസസിന്റെ പാഠ്യക്രമങ്ങൾ അടുത്തു നിന്ന് കേട്ട, ജീസസിന്റെ അത്ഭുതങ്ങൾ കണ്ടു വളർന്ന, കണ്ടു നടന്ന, 3.5 വർഷക്കാലം ഒപ്പം നടന്ന ജീസസിന്റെ ശിഷ്യന്റെ കാര്യം ഞാൻ ആദ്യം ഓർക്കുന്നു. അതൊരു പക്ഷേ ഒരു ചരിത്രം എന്ന് പറയാം. പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന ചരിത്രം എന്നല്ലേ. എനിക്ക് നേരിട്ട് പരിചയമുള്ള എൻ്റെ സ്പിരിച്വൽ ടീച്ചർ മാസ്റ്റർ ചോപ്പേഴ്സ്, അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ച് ഒരു പക്ഷേ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ ബുക്ക് പോലും തയ്യാറാക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ച ആള്, അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്കൂളിന് അദ്ദേഹത്തിന് കൊടുത്ത ഒരു ചരിത്രം ഇവിടെ പറയേണ്ടതല്ല. പക്ഷെ സ്പിരിച്വൽ സക്സസ് അവരിലുണ്ടെങ്കിൽ, അവർക്ക് കണക്ടിവിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവരിൽ സക്സസ് ഉണ്ടായിരുന്നു. ആധ്യാത്മികമായി തകർന്നു പോയവരുടെ ചരിത്രമാണ് ഞാൻ രാവിലെ അങ്ങനെ ഓർമ്മിച്ചത്. സ്പിരിച്വലി തകർന്നു പോയവർ, അവരുടെ ജന്മം എങ്ങനെയായിരുന്നു ചരിത്രം പറയുന്നു. അപ്പൊ നമ്മൾ ഒരു ഗുരുവിനോടൊപ്പം നടന്നു എന്നതിലൂടെ, നമ്മളൊരു സ്പിരിച്വൽ ടീച്ചറിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിലൂടെ, സ്പിരിച്വൽ ടീച്ചറിന് ഭക്ഷണം വിളമ്പിക്കൊടുത്തു എന്നുള്ളതിലൂടെ, ചായ കൊണ്ടു കൊടുത്തു എന്നുള്ളതിലൂടെ കണ്ടക്ടിവിറ്റി ആവില്ല. നോ സ്പിരിച്വൽ കണ്ടക്ടിവിറ്റി, നോ പ്രോഗ്രസ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, എന്തുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഈ സെക്ഷനിൽ കഴിഞ്ഞ 6 മാസമായി, അല്ലെ 3 മാസമായി, 3 കൊല്ലമായി, 4 വർഷമായി ഞാൻ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ ഗ്രൂപ്പിൽ എന്നോടൊപ്പം ഞാനൊരു സ്പിരിച്വൽ ടീച്ചറല്ല എന്നുള്ള സത്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിക്കട്ടെ.
എൻ്റെ ഗുരു മാസ്റ്റർ ചോയുടെ ടീച്ചിങ്സ് ഞാൻ നിങ്ങളെ അറിയിക്കുന്ന ഒരു ചെറിയൊരു സ്പീക്കറാണ്, ഒരു മൈക്കാണ്, കോളാമ്പി മൈക്ക്. നമ്മൾ ഇത്രയും നാളും ഗുരുവിനോടൊപ്പം സഞ്ചരിച്ചു എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഇത്രയും നാളും മാസ്റ്റർ ചോയുടെ ശിഷ്യനാണ്, അല്ലെങ്കിൽ മാസ്റ്റർ ചോ ആണ് എൻ്റെ സ്പിരിച്വൽ ടീച്ചർ, അല്ലെങ്കിൽ മാസ്റ്റർ ചോയുടെ ക്ലാസ്സിൽ കയറുന്നു. മാസ്റ്റർ ചോയുടെ ടീച്ചിങ് ഞാൻ ദൂരെ നിന്ന് കേൾക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ടും നമ്മളിൽ, അല്ലെങ്കിൽ നമ്മളിൽ പലർക്കും ആധ്യാത്മിക വളർച്ച ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധയോടെ. ഈ ദിവസങ്ങളൊക്കെ വളരെ നല്ല മനോഹരമായ ദിവസങ്ങൾ. ഇസ്ലാം മതവിശ്വാസികൾ ശക്തമായിരുന്നു. ഞാൻ എന്നോടൊപ്പം ഉള്ളവരോടൊക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, നമ്മളെ കൊണ്ട് പറ്റുമോ അത്രയും ശക്തമായ രീതിയിൽ? നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ പലതരം, പക്ഷെ ആധ്യാത്മിക പരിശീലനത്തിൽ ചിട്ടയോടുകൂടി പരിശീലിക്കാം. എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ 26 വർഷം ഗുരുവിനെ പേരൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്യും, എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ഇടയ്ക്ക് വരുന്നത്. മാസ്റ്റർ ചോ ഓർപ്പിക്കുന്നത്, സ്പിരിച്വൽ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കണ്ടക്ടിവിറ്റി. ഗുരുവുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആണ് എന്നുള്ളതിലൂടെയാണ് നമ്മളുടെ കണ്ടക്ടിവിറ്റിയാണ്, നമ്മളിലൂടെ ഗുരുവിന്റെ എനർജിക്ക് സഞ്ചരിക്കാനുള്ള നമ്മുടെ ചാനൽ, അല്ലെങ്കിൽ പ്രാണിക്കലിങ്ങിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മെറിഡിയൻസ് എത്രത്തോളം ക്ലീനാണ്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ സ്പിരിച്വലി ഡെവലപ്പ് ചെയ്യാത്തത്. മാസ്റ്റർ ചോടെ നമ്മുടെ സല്യൂട്ടേഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാസ്റ്റർ തന്നെ നമ്മളെ പഠിപ്പിച്ചിരുന്നു. ഗ്രാൻഡ് മാസ്റ്റർ തന്നെ നേരിട്ട് അത് ഈ പ്രോഗ്രാം, ഈ കോഴ്സ്, ഈ സ്പീച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്, സ്കൂളിലുണ്ട്, ഞാൻ ആ ക്ലാസ്സിലുണ്ട്. ഐ എം സൂപ്പർ റിസപ്റ്റീവ്, ഐ എം സൂപ്പർ കണ്ടക്റ്റീവ്. ഞാൻ റിസപ്റ്റീവ് ആണ് ടു ഡിവൈൻ എനർജീസ് ആൻഡ് ബ്ലെസ്സിങ്സ് coming from you always. അപ്പോൾ ഗുരുവിലൂടെ കടന്നു വരുന്ന, അല്ലെങ്കിൽ ഗുരുവിൽ നിന്നും പുറത്തേക്ക് വരുന്ന, ഗുരുവിൽ എവിടെ നിന്നാണ് എത്തുന്നത്? ഫ്രം ദി സുപ്രീം ഗോഡ് ടു മഹാഗുരു ചുമേലി, all the saints, all the gurus, all the spiritual teachers, all the spiritual helpers. ഗുരുവിലൂടെ കടന്നു വരുന്ന എനർജി, ഗുരുവിലൂടെ കടന്നു വരുന്ന പോസിറ്റീവ് വൈബ്, കുറച്ചുകൂടെ ഓപ്പണായിട്ട് പറഞ്ഞു, ഗുരുവിലൂടെ കടന്നു വരുന്ന പ്രകാശം നമ്മളിലൂടെ എത്രത്തോളം സഞ്ചരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ കണ്ടക്ടിവിറ്റി അനുസരിച്ച്. എങ്ങനെയാണ് എന്നിലൂടെ ഗുരുവിന്റെ എനർജി കടന്നു വരുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ സ്പിരിച്വലി പ്രോഗ്രസ് ആണ്, സ്പിരിച്വലി ഇവോൾവ് ആണ്, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, എന്നിലൂടെ ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലണം. ഇവിടെ ബൾബുണ്ട്, അതിലൂടെ ഉള്ള പ്രകാശം ഞങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരിലേക്കും കടന്നു വരും. അത് മാസ്റ്റർ പറയുന്നുണ്ട്, ലൈറ്റ് ഈസ് എവ്രിവെയർ. How much light comes to you is up to you, up to your receptivity, up to your conductivity. ചിന്തിക്കേണ്ട കാര്യം ഇത് ഒരിക്കലും ഞാനൊരു ഗുണദോഷമായിട്ടോ മാസ്റ്റർ പറയുന്ന പോലെ പറയുക. ടീച്ചിങ്ങിനെ എങ്ങനെയാണ് നമുക്കതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് കിട്ടിയ നന്മ ഞാൻ ഇന്നലെയും ഷെയർ ചെയ്തിരുന്നു.
എന്നിലേക്ക് ലഭിക്കുന്ന ദൈവിക ശക്തി, അനുഗ്രഹങ്ങൾ ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു. എന്നിലേക്ക് കിട്ടുന്ന ഹീലിംഗ് പവർ ഞാൻ എപ്പോഴും മറ്റുള്ളവരേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സ്വാഭാവികമാണ്. ഇതെല്ലാം സ്വാഭാവികമായിട്ട് നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഒരു ദിവസത്തേക്കല്ല. ഓക്കെ, ഞാൻ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ മാസ്റ്റർ ഷോ ഉള്ളപ്പം മാത്രം, മാസ്റ്റർ ഷോയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ, മാസ്റ്റർ ഷോയുടെ ടീച്ചിങ് പറയുമ്പോൾ മാത്രം, മാസ്റ്റർ ഷോയുടെ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് മാത്രം അല്ല, നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ജീസസിനോടൊപ്പം നടന്നിട്ടും ജീസസിന്റെ മഹത്വം അറിയാതെ അദ്ദേഹത്തിന് ഒറ്റുകൊടുക്കാൻ പോയത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അതോടൊപ്പം അപ്പം കഴിക്കുന്നവൻ, എന്നെ ഇരുന്ന് അപ്പം വാങ്ങി കഴിക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അദ്ദേഹത്തിന് ഹൃദയവേദന കൊണ്ട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഹൃദയവേദന? അത് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഈ വ്യക്തിക്കുണ്ടാകാൻ പോകുന്ന നാശത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജനിക്കാതിരുന്നില്ല. അത്രത്തോളം ഹൃദയവേദന കൊണ്ടാണ് അദ്ദേഹം. തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിസപ്റ്റീവ് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ പോലും കയറുമ്പോൾ, ഈ ക്ലാസ്സിൽ പോലും കയറുമ്പോൾ ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ടാവില്ല, കഥ കേൾക്കാൻ വേണ്ടിയല്ല, കുറച്ചു നേരം ഗ്രൂപ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി. വളരെ നല്ലത്. എൻ്റെ കഥ ഒരിക്കലും നിങ്ങൾ കേൾക്കണ്ട. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും റിസപ്റ്റീവ് ആകണം. നമ്മൾ മനസ്സിൽ ചിന്തിക്കണം, ഞാൻ എൻ്റെ ഗുരുവുമായിട്ട് എത്രത്തോളം റിസപ്റ്റീവാണ്, ഞാൻ എൻ്റെ ഗുരുവിന്റെ എനർജിയുമായിട്ട് എത്രത്തോളം കണ്ടക്റ്റീവാണ്, ഞാൻ എൻ്റെ ഗുരുവിന്റെ എനർജിയുമായിട്ട് എത്രത്തോളം സിങ്കാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, എനർജിയുമായിട്ട് ഒത്തൊരുമയോടെ പോകാൻ പറ്റുന്നു. ഞാൻ എൻ്റെ ഗുരുവിന് വേണ്ടി, ഗുരുവിന്റെ എനർജി എന്നിലേക്ക് വന്നിട്ടാണ്. നല്ലതാണ് ഇല്ലേ? നമ്മുടെ വാട്ടർ ടാങ്കിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചു, 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിൽ കോരി വെച്ചിരിക്കുന്ന വെള്ളം, നല്ല കിണറ്റിലെ നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം, എന്തു പറ്റി? അത് 3-4 ദിവസമായിട്ട് ഉപയോഗിച്ചില്ല. പിന്നെ അതെന്ത് ചെയ്യും? നമ്മളത് കമഴ്ത്തിക്കളയും, പുതിയ വെള്ളം എടുത്തിട്ട് ഉപയോഗിക്കും. എന്തുകൊണ്ടാണ്? അതവിടെ ഇരുന്നിട്ട് അത് പഴകിപ്പോകും. നമ്മൾ ശുദ്ധമായ വെള്ളം ഉപയോഗിക്കും. അപ്പൊ നമ്മളിൽ നിന്നും ഒഴുകി പോവുകയാണെങ്കിലോ, നമ്മളിൽ നിന്നും അത് തീർന്നു പോയെങ്കിൽ മാത്രമേ വീണ്ടും കിട്ടത്തുള്ളൂ. നമ്മളിലേക്ക് വരുന്ന അനുഗ്രഹം അതുപോലെയാണ്. നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുമ്പോൾ, മറ്റുള്ളവരിലേക്ക് നന്മ പകർന്നു നൽകുന്നു, മറ്റുള്ളവരിലേക്ക് ഗുരുവിന്റെ എനർജി. മാസ്റ്റർ ഷോപ്പസ്, ഇത് മാസ്റ്റർ ഷോപ്പസിയാണ്. മാസ്റ്റർ ഷോ ആയിരുന്നു എനിക്ക് കിട്ടിയ ഒരു നന്മ. ഒറ്റ സെന്റൻസ് പറയാം. പണ്ട് കുരീച്ചൻ വർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ, ഉന്നത നിലയിലൊക്കെയാണ്, പേരറിയാതെ പറഞ്ഞു, ക്ഷമിക്കണം. അദ്ദേഹത്തിന് ആസ്മ പേഷ്യന്റാണ്. ഞാൻ അദ്ദേഹത്തിനെ കാണുമ്പോൾ നട്ടുച്ചിരി കുളിച്ചാൽ പോലും അദ്ദേഹത്തിന് വീസിങ് ഉണ്ടാകും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിക്കാൻ തുടങ്ങി. അത് അടിമാലിയിലായിരുന്നു. പട്ടാപ്പകൽ വെള്ളത്തിൽ നല്ല ഐസ് കട്ടയുടെ സുഖമാണ് അവിടുത്തെ വെള്ളത്തിൽ. പ്രത്യേകിച്ച് നിങ്ങളെ പോലെ താഴ്ന്ന സ്ഥലത്തു നിന്ന് അവിടേക്ക് പോകുമ്പോൾ, ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വെള്ളത്തിന്റെ തണുപ്പ് വരെ കുറിച്ചു. എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഹോട്ടലിലൊക്കെ പറഞ്ഞു, ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കണം. നിങ്ങൾ നമ്മളോട് പറഞ്ഞ് താഴത്തെ ആൾക്കാർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ നിങ്ങളുടെ
നിങ്ങൾ പെട്ടെന്ന് പനിയടിച്ച് താഴെ പോകും. ആ വ്യക്തി പ്രാണിക് ഹീലിംഗിലേക്ക് കടന്നു വന്നു. അദ്ദേഹം തന്നെ പലരോട് പറയും, എനിക്കൊരു അനുഭവം പറയാം. ഞാൻ ഭയങ്കര വീസിങ്ങുള്ള ഒരാളാണ്, ആസ്മയുള്ള. ഞാൻ ഒരാളെ ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു, പ്രാണിക് ഹീലിംഗിൽ ചികിത്സ കഴിച്ചു. അതിലൂടെ എൻ്റെ വീസിങ് പോയി. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റാ കുളിക്കുന്നത് എല്ലാ ദിവസവും. ഇപ്പോഴും അദ്ദേഹം അതേ പരിപാടി തന്നെ ചെയ്യുന്നുണ്ടെന്നാണ് കഴിഞ്ഞ് കുറച്ചു കാലം മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിലുള്ളവരായതുകൊണ്ട് നമ്മളപ്പോൾ അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. ഇങ്ങോട്ട് വല്ലതും വിളിച്ചാൽ അവസ്ഥ എല്ലാവരും കുറച്ച് അകന്നു നിന്ന് കാണുന്ന ഒരാളാണ് സന്തോഷിക്കുന്നത്. എൻ്റെ കാര്യം പറയുന്നതെന്നുള്ളതുകൊണ്ടല്ല, അവർക്ക് മാസ്റ്റർ ചാടെ പ്രാണിക് ഹീലിംഗിലേക്ക് വന്നപ്പം അവരുടെ വീസിങ് മാറി. വിസിലടിക്കുന്ന ശബ്ദമായിരുന്നു ഞാൻ അദ്ദേഹത്തിന് ആദ്യം കേട്ടത്. പക്ഷെ ഇപ്പം ആ പ്രോബ്ലം ഇല്ല. എത്രയോ വർഷങ്ങളായി അദ്ദേഹം എന്നോടൊപ്പം വന്നു ഗുരുവിനെ കണ്ടു. അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞു 3 മാസത്തിൽ ഗുരുവിന്റെ അടുക്കലെത്തി. ഇതൊക്കെ നന്മയുടെ ഭാഗമാണ്. അത് മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മളിലൂടെ ആ ഗുരുവിന്റെ എനർജിയാണ് പ്രാണിക് ഹീലിംഗ് സംതിങ് ഗ്രേറ്റ്. ഓക്കെ, ഇവിടെയാണ് കണ്ടക്ടിവിറ്റിയുടെ ആവശ്യം. ഇനി സമയം ലേശം അതിക്രമിച്ചു പോയി, ക്ഷമിക്കുക. We'll chant Om Mani Padme, the mantra of compassion and mercy. Be receptive, be conductive. Thank you. God bless you.